ഈ രണ്ട് മൂന്ന് ആളുകൾ വരുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് KPCCയുടെ ഭാഗത്തുനിന്നൊരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു അത് മോണിറ്റർ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പല ആളുകളോടും പല കൗൺസിലർമാരെയും അവരെ നിർത്തിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് വന്ന് അഭിപ്രായം എടുത്തിരിക്കുന്നത്. അതൊക്കെ അതെ 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 അവർ നിർത്തിയിരിക്കുന്ന ആളുകൾ തന്നെ അഭിപ്രായം എടുക്കുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. ഇത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എല്ലാ പിന്തുണയും KPCCക്കും DCCക്കും ഒക്കെ ഉണ്ടാകും. എൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനം എടുക്കേണ്ട ആളുകളാണ് അതിൻ്റെ ഔചിത്യം കാണിക്കേണ്ടതും അത് ഏത് രീതിയിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടതും അവരാണ്. കാര്യമായ പിന്തുണ ഉണ്ടായില്ല എന്നുള്ളതിനുള്ള താങ്കളുടെ മറുപടി എന്താണ്? ഈ 42 പേർ കോൺഗ്രസ് അവരിൽ നിന്ന് താങ്കൾക്ക് കാര്യമായ പിന്തുണ ഉണ്ടായില്ല, വെറും നാമമാത്രമായിട്ടുള്ള ഒരു 3, 4, 5 പേർ മാത്രമാണെന്നാണ്. പിന്തുണ ഉണ്ടോ എന്നുള്ളത് അത്തരത്തിലൊരു പ്രോസസ്സ് നടന്നിട്ടില്ലല്ലോ. രഹസ്യമായി അപ്പം എനിക്ക് പിന്തുണയുണ്ടോ എന്നറിയണമെങ്കിൽ അങ്ങനെ രഹസ്യമായിട്ടൊരു പ്രോസസ്സ് നടത്തണമായിരുന്നു. ആളുകൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനൊരു അവസരം കൊടുക്കണമായിരുന്നു. എന്തിനാണ് അതിനെ ഭയപ്പെട്ടതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അങ്ങനെ ഒന്ന് രഹസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയാൽ, അപ്പോൾ ഇന്നലെ അത്തരത്തിലൊരു ചർച്ചയുണ്ടായി, രഹസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തണം അംഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായില്ല. അത് വേണ്ട, പരസ്യമായി തന്നെ മതി എന്നൊരു തീരുമാനത്തിൽ എത്തിയത് എന്തിനെ ഭയപ്പെട്ടിട്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശങ്കയാണ്. KPCC എന്നൊരു നിരീക്ഷകൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ പറഞ്ഞ കൗൺസിലർമാരെ കേൾക്കണമെന്നാണ് സർക്കുലറിൽ ഉള്ളത്. പക്ഷേ ഇപ്പോൾ നിരീക്ഷകൻ വന്നിട്ടില്ല. ഇവിടെ 2 ഗ്രൂപ്പ് നേതാക്കളാണ്, ഡൊമിനിക് പ്രസന്റേഷനും വേണുഗോപാലും. ഇതിനെ താങ്കൾ ആദ്യം മുതൽ എതിർത്തിരുന്നു? ഇന്നലെ തന്നെ ഞാൻ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ഞാൻ KPCCയുടെ സർക്കുലർ പാലിക്കപ്പെടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഈ നടത്തിയ ആളുകളോടും തീരുമാനിച്ച ആളുകളോടും ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല, പരാതിയുമില്ല. ഇതൊക്കെ ഔചിത്യപൂർവ്വം നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോവുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഔചിത്യപൂർവ്വം വേണ്ട രീതിയിൽ ആലോചിച്ച് ചെയ്യേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ്. അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഹയർ അതോറിറ്റി ഉണ്ടല്ലോ, KPCC ഉണ്ടല്ലോ. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ മറുപടി പറയട്ടെ, എനിക്കറിയില്ല. പിന്തുണ കൂടി തീരുമാനിച്ചിട്ടാണ്, അറിഞ്ഞ ശേഷമാണ് ഇങ്ങനെ മേയർമാരെ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ഈ പുറത്തു പറഞ്ഞിരിക്കുന്ന കണക്കുകൾ നമുക്ക് വിശ്വസനീയമാണ്. ഞാനതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ എന്നോട് ടേമിനെ കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ആരും ചോദിച്ചിട്ടില്ല, യാതൊരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല. എനിക്ക് കിട്ടിയിരുന്ന ഒരു ഇംപ്രഷൻ തീർച്ചയായിട്ടും KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഒരു വലിയ പരിഗണന തരും, പ്രഥമ പരിഗണന KPCC സർക്കുലറിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് അത് തീരുമാനിച്ച ആളുകളാണ് പറയേണ്ടത്. എനിക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്നാണ് ഈ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് മറ്റൊരു തീരുമാനം ഒരു തരത്തിൽ അല്ലെങ്കിൽ നീതിപൂർവ്വമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറഞ്ഞത്. എവിടെയാണ് പേരുവെട്ടലിൽ കടുത്ത അതൃപ്തി, അമർഷം പരസ്യമാക്കുകയാണ്. നേതൃത്വം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം, എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു ആശയവിനിമയം പോലും നടത്തിയിട്ടില്ല എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്.